ബസേലിയോസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് അപകടനിരപ്പ് കടന്നതോടെ അടിയന്തര സാഹചര്യം നേടാൻ പൂർണ്ണ സജ്ജം. താഴ്ന്ന പ്രദേശങ്ങളിലെ 50ഓളം വീടുകളിൽ വെള്ളം കയറി. കനത്ത മഴയെ തുടർന്ന് മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് അപകടനില പിന്നിട്ടതോടെ അടിയന്തര സാഹചര്യം നേരിടാൻ പൂർണ്ണ സജ്ജം. നഗരത്തിലെ പ്രളയബാധിതരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് കടാതി NSS കരയോഗം, വാഴപ്പള്ളി JB സ്കൂൾ, മൂവാറ്റുപുഴ വനിതാ സെന്റർ, പുരിയമ്മല അംഗൻവാടി എന്നിവിടങ്ങളിൽ ക്യാമ്പ് തുറന്നു. മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് ഉയർന്നതോടെ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളായ കടാതി, ആനിക്കാക്കുടി, ഇലാഹിയ നഗർ കോളനി, കാളച്ചന്ത തുടങ്ങിയ പ്രദേശങ്ങളിലെ 50ഓളം വീടുകളിൽ വെള്ളം കയറി. കടാതി NSS കരയോഗം ക്യാമ്പിൽ 8 കുടുംബങ്ങളിലായി 24 ആളുകളെയും JB സ്കൂളിൽ 5 കുടുംബങ്ങളിലായി 18 പേരെയുമാണ് ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപകട ഭീഷണി നിലനിൽക്കുന്ന വെള്ളൂർക്കുന്നം കോർമലയിലെ 5 കുടുംബങ്ങളിൽ 3 കുടുംബങ്ങൾ ബന്ധുവീടുകളിലേക്കും 2 കുടുംബങ്ങളോട് ക്യാമ്പിലേക്ക് മാറാൻ നിർദ്ദേശവും നൽകി. EEC മാർക്കറ്റിന് സമീപത്തെ 3 വീടുകളിലെ ആളുകളോട് ക്യാമ്പിലേക്ക് മാറാനും നിർദ്ദേശം നൽകിയതായി തഹസീൽദാർ പറഞ്ഞു. ക്യാമ്പിൽ എത്തുന്നവർക്ക് താമസ സൗകര്യം ഒരുക്കും. 3 നേരം ഭക്ഷണം, ആവശ്യക്കാർക്ക് മരുന്ന്, ഡോക്ടർമാരുടെ സേവനം എന്നിവ ക്യാമ്പിൽ ഒരുക്കും. നഗരത്തിൽ പ്രളയ സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചതായി മുനിസിപ്പൽ ചെയർമാൻ PP എൽദോസ് അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് മൂവാറ്റുപുഴയാറിലെ ജലനിരപ്പ് അപകടനില പിന്നിട്ട സാഹചര്യത്തിൽ വിവിധ വകുപ്പുകൾ സ്വീകരിച്ച മുൻകരുതൽ നടപടികൾ വിലയിരുത്താൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അടിയന്തര യോഗം ചേർന്നിരുന്നു. ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറയുമ്പോൾ ഷട്ടറുകൾ താഴ്ത്തി വെള്ളത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ മലങ്കര ഡാം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.